ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷു ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടെറസിലൊന്ന് കയറി നോക്കിയപ്പോഴാണ് നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പുളിയുള്ളൊരു തരം മാങ്ങയാണ് കേട്ടോ. പേരൊന്നും അറിയില്ല, എന്നാൽ പോലും നിറച്ചിങ്ങനെ ഉണ്ടായി നിൽക്കും. കാണാൻ നല്ല രസമാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീടിരിക്കുന്ന പറമ്പിൽ വെറൈറ്റി മാവുകളുണ്ട്. മാവ് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മാവിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ കടലാസ് പൂവ് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ അതും മുകളിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു പിങ്ക് കളറുള്ള ബൊഗെയിൻവില്ലയാണ് കേട്ടോ. പിന്നെ സൈഡിൽ കൂടെ നമ്മുടെ മുന്തിരിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പടർന്നു വരുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ നന്ദൂട്ടനെ ഒന്ന് എണീപ്പിക്കാന്ന് കേട്ടോ. ആള് രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ ഇത്തിരി നേരം വൈകിട്ടൊക്കെയാണ് എണീക്കാറ്. ഇപ്പോൾ സമയം ഒരു 9 മണിക്ക് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ വന്ന് പതുക്കെ നന്ദൂട്ടനെ എണീപ്പിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മുഴുവൻ വാശി തന്നെയായിരിക്കും. ഹാപ്പി വിഷു. എന്നിട്ട് കണ്ണിരിക്ക്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രാത്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുള്ളതുകൊണ്ട് തന്നെ രാത്രി ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കാറില്ല കേട്ടോ നന്ദൂട്ടന്. അങ്ങനെ രാവിലെ എണീപ്പിച്ച് വെളിച്ചെണ്ണൊക്കെ തേച്ച് ബ്രഷ് ചെയ്ത് കുളിപ്പിച്ച് നല്ല കുട്ടിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നല്ല മൂടായതുകൊണ്ട് തന്നെ വിഷുക്കോടിയൊക്കെ ഇപ്പം തന്നെ ഇടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്നതാണ് നന്ദൂട്ടൻ്റെ ഇപ്രാവശ്യത്തെ വിഷുക്കോടി. മുണ്ടും ഷർട്ടായിരുന്നു കേട്ടോ. ഈ ഒരു വേഷത്തിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു നന്ദൂട്ടനെ കാണാനായിട്ട്. കാരണം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ വെളിച്ചൻ്റെ വലിയമ്മരെ വീട്ടിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് എത്തിയപ്പോൾ പായസവും മിഠായിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നന്ദൂട്ടൻ. എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ തിരിച്ച് ഒരു 12:30 ആയപ്പോൾ എത്തി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതേ അച്ചമ്മയ്ക്കുള്ള ഫുഡ് നന്ദൂട്ടൻ തന്നെയാണ് കേട്ടോ വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കലാവിരുത്താണ് താഴെയൊക്കെ കാണുന്നത് കേട്ടോ. ഫുഡ് അടിക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവൂട്ടി നന്ദൂട്ടനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷനായിട്ട് ദേവ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസമാണ് അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് വിഷുവിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നേ കേട്ടോ. അപ്പോൾ അതേ ഡ്രസ്സൊക്കെ അതേ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം കാണുമ്പോൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെങ്കിലും രണ്ടാളും എപ്പോഴും തല്ലൂട്ടാണ് കേട്ടോ. കാണാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നന്ദു പിന്നാലെ നടക്കും. കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദേവ് കൊണ്ടുവന്ന ഡ്രസ്സ്, നന്ദൂട്ടനുള്ള വിഷുക്കോടി കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ആങ്ങളെയും നാത്തൂനും കൂടി വന്നത് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഇവർ. അപ്പോൾ എന്നെ ഇവർ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വേണം ഇവർക്ക് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇതേ ഒരടി കഴിഞ്ഞിട്ടുണ്ട്. അകത്തേക്ക് കയറി ഒരാളോട് പോണ്ട എന്നും സർക്കിട്ടാ ഇതേപോലെ എല്ലാവർക്കും നന്ദൂട്ടനെ ചൊറിഞ്ഞിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതായത് എന്നും നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ പറയും കേട്ടോ, പോവണ്ട അവിടേക്ക് പോണ് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇതേപോലെ കുൽഫിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല, ടേസ്റ്റ് കുഴപ്പമില്ല. അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്ദൂട്ടൻ. അത് കഴിഞ്ഞത് അമ്മാമ്മയും മോനും കൂടിയിട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈഡ് ഒതുങ്ങിയിട്ട് ഇത്തിരി മുന്തിരിയൊക്കെ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അമ്മമ്മയുടെ പിന്നാലെ തന്നെയായിരിക്കും നന്ദൂട്ടൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വിഷുക്കട്ട ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിഷുക്കട്ട നമ്മൾ ചേട്ടൻ്റെ അവിടെ തലേദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വിഷുവിൻ്റെ അന്നാണ് ഉണ്ടാക്കുക, നമ്മൾ വിഷുവിൻ്റെ തലേദിവസമാണ് ഉണ്ടാക്കിയത് അവിടെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വിഷുക്കട്ട ഇരിക്കുന്നുണ്ട്, പിന്നെ ശർക്കര പാനി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മുക്കിയിട്ടാണ് കഴിക്കാറ്. അത് ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് എന്നോട് കഴിച്ചോളാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ രാത്രി ശരിക്കും ഉറക്കില്ല കേട്ടോ. ഒന്നാമത് ചൂട്, പിന്നെ നന്ദൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീറ്റുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു സമയവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണീക്കുന്നതുകൊണ്ട് തന്നെ ഉറക്കം ശരിയാവണുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നന്ദൂട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ എന്നിട്ട് കാണണേ മണ്ണിൽ കളിച്ചുണ്ടാവൂ. മാമനോ
എവിടെയെങ്കിലും കുറച്ച് നേരം കളിക്കായിരുന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അമ്മമ്മയുടെ അടുത്ത് ചോദിക്കും അമ്മ എന്തിയേ അമ്മ എന്തിയെന്ന്. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ പറയും അമ്മാമ്മ എന്തിയേ അമ്മാമ്മ എന്തിയേ. അപ്പോൾ അമ്മാമ്മയുടെ അടുത്തേക്ക് പോകും. അതാണ് കേട്ടോ പരിപാടി. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ട്. മണ്ണിൽ കളിക്കുക, വണ്ടിയുമ്മ കളിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ പറഞ്ഞു നന്ദൂട്ടൻ്റെ സൈക്കിൾ അച്ചാച്ചൻ കൊണ്ട് വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ അതേ ഇപ്പോൾ സൈക്കിൾ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് ആൾക്ക്. അപ്പോൾ അതേ ഇത് നമ്മുടെ അവിടുത്തെ ചേട്ടനാണ് കേട്ടോ, കഞ്ഞോളം എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ നന്ദൂട്ടൻ സൈക്കിൾ ചവിട്ടി റോട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നാലെ ഞാനും അമ്മയും പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു എത്തിയും കൂടി ഉണ്ട്. നല്ല സമയമായതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുറ്റത്തിറങ്ങി നടക്കുന്നത്. അപ്പോഴേക്കും നന്ദൂട്ടൻ ഉറക്കമായിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പിന്നെ ഉറക്കം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതേ അമ്മ വിളക്ക് വയ്ക്കുന്നുണ്ട്. എടുത്തോടറാ. ഒരു ശബ്ദം കേട്ടെ. സൂപ്പർ. മറ്റേത് അയ്യോ അപ്പൊ അവന്റെ ബോട്ട് ഇനി അത് കത്തി പിടിക്കണമെങ്കിൽ അമ്മ മദ്യമ്മ കത്തിക്ക് നീ അത് കിടക്കും. നന്ദു നീ കത്തിക്ക് പോയിട്ട് ഇങ്ങോട്ട് നീക്ക് ഡീ ഡീ ഡീ. ഇവിടെ പിടിക്കണം, താഴ്ത്തിക്ക് പിടിക്കണം, താഴ്ത്തിക്ക് പിടിക്കണം.
അങ്ങനെ കുറേ കമ്പത്തിരിയും മത്താപ്പൂവൊക്കെ കത്തിച്ച് നമ്മുടെ വിഷു അങ്ങനെ ആഘോഷിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ സെറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒപ്പം പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. കറികളായിട്ട് സാമ്പാർ, മോരുകറി, പിന്നെ തലേദിവസം സംക്രാന്തിക്ക് പോർക്കും കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു വിശേഷങ്ങൾ കേട്ടോ.